ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയരുകയാണ്. ഏകദേശം 400 രൂപ മുതൽ 450 രൂപ വരെയായി. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരനും അതുപോലെ തന്നെ ഹോട്ടലും മറ്റ് ഫുഡ് ബിസിനസ് നടത്തുന്ന വ്യക്തികളുമാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരനായ മലയാളികൾക്ക് വെളിച്ചെണ്ണയില്ലാത്ത ഒരു ഭക്ഷണ ഉൽപ്പന്നങ്ങളും ഉണ്ടാകില്ല. പച്ചക്കറി തൊട്ട് പച്ചക്കറി അല്ലാത്ത ഉൽപ്പന്നങ്ങൾ വരെ നമ്മൾ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. പക്ഷേ ഇത്തരത്തിലുള്ള അനധികൃതമായ വിലക്കയറ്റം അതെല്ലാം ബാധിക്കും. ഇനി ഇത് ബാധിക്കുന്നത് ഹോട്ടലുകാരെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ബിസിനസ്സിനെ തന്നെ ബാധിക്കും. കാരണം വെളിച്ചെണ്ണയ്ക്ക് വില കൂട്ടുമ്പോൾ അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾക്കും സ്വാഭാവികമായി വില കൂടും. അങ്ങനെ വരുമ്പോൾ കസ്റ്റമേഴ്സ് ആരും ഹോട്ടലിൽ കയറാതെ വരുമ്പോൾ ബിസിനസ് ഡള്ളാകുകയും അത് അവരുടെ വരുമാനത്തെ ബാധിക്കുകയും ചെയ്യും. വെളിച്ചെണ്ണയുടെ വില കത്തി നിൽക്കുമ്പോഴായിരുന്നു വ്യാജ വെളിച്ചെണ്ണ കടന്നു വരുന്നത്. ഒരുപാട് മനുഷ്യർ അത് മേടിച്ച് ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിനുണ്ടാക്കുന്ന രോഗലക്ഷണങ്ങൾ വളരെ വലുതാണ്. ക്യാൻസർ തൊട്ട് വിട്ടുമാറാത്ത വലിയ രോഗങ്ങൾ ഇതുണ്ടാക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ അധികൃതർ ഒരുപാട് വ്യാജ വെളിച്ചെണ്ണ കേന്ദ്രങ്ങൾ അടപ്പിച്ചു. എനിക്ക് അതിൽ വളരെ വലിയ സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കഴിവതും എണ്ണപ്പലഹാരങ്ങൾ കുറയ്ക്കുക. കാരണം എണ്ണയുടെ വില കൂടിയിട്ടും അതിൻ്റെ ഒന്നും വില അത്ര അധികം കൂടിയിട്ടില്ല. മാത്രമല്ല വില കൂട്ടി വിറ്റാൽ അവർക്കൊരിക്കലും മാർക്കറ്റിൽ നിലനിന്ന് പോകാൻ പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ള പ്രൈസ് റേഞ്ചിൽ അവർക്കത് വിറ്റാൽ ഒരിക്കലും സസ്റ്റെയിൻ ചെയ്ത് നിന്ന് പോകാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.